വാർത്തകളിലേക്ക് വിശദമായി. പ്രവാസികളുടെ 10,000 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ കൈവശം. 1983 മുതൽ 2003 വരെ എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുള്ള പ്രവാസികളിൽ നിന്ന് ഈടാക്കിയതാണ് ഈ തുക. പ്രവാസികൾക്ക് അവകാശപ്പെട്ട ഈ വൻതുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് NTV ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കേസ് നാളെ കോടതി പരിഗണിക്കും. 1983 മുതൽ 2003 നവംബർ 25 വരെയുള്ള കാലയളവിൽ വിദേശത്തേക്ക് പോകുന്ന ബിരുദമില്ലാത്ത ഇന്ത്യക്കാർ എമിഗ്രേഷൻ ക്ലിയറൻസിനായി ഒരു വർഷത്തേക്കുള്ള ടിക്കറ്റ് നിരക്ക് കെട്ടിവെക്കണം എന്നതായിരുന്നു നിയമം. ക്ലിയറൻസിനായി ഇക്കാലയളവിൽ എല്ലാ ഇന്ത്യക്കാരും ഈ തുക കെട്ടിവെച്ചിരുന്നു. 20 വർഷം കൊണ്ട് ഈ ഗണത്തിൽ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ കൈവശം എത്തിയത്. പ്രവാസികൾക്ക് അവകാശപ്പെട്ട ഈ തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് NTV ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രവാസി ഇന്ത്യക്കാരുടെ 10,000 കോടി രൂപ പതിറ്റാണ്ടുകളായി കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഈ പൈസ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഇതെവിടെയാണ്, ഇതിന് കൃത്യമായ വിവരങ്ങൾ അറിയാൻ ഓരോ പ്രവാസിക്കും അവകാശമുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് NTVയും ഞാനും കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം വഴി റിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. 20 കൊല്ലത്തോളം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ പൈസ കെട്ടിവെച്ചിരിക്കുന്നത്. ഇത് എത്ര ക്യാഷ് ഉണ്ടെന്ന് നമുക്കറിയണം. ഈ ക്യാഷ് TK ഹംസ പാർലമെന്റിൽ 2006 ഈ ചോദ്യം ചോദിക്കുമ്പോൾ 24,000 കോടി രൂപയുണ്ടെന്നാണ് ഏകദേശം അറിയാൻ കഴിഞ്ഞത്. ഈ 20 കൊല്ലം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ക്യാഷ് കൂടെ ഇത് എത്ര ഉണ്ട്? UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലടക്കം 17 രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവാസികൾക്കായിരുന്നു ഈ നിയമം ബാധകം. കൊച്ചി, തിരുവനന്തപുരം, ഡൽഹി, മുംബൈ, കൊൽക്കത്ത അടക്കമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഈ വിഭാഗത്തിൽ യാത്ര ചെയ്തത്. കേന്ദ്ര സർക്കാർ കണക്കുകൾ പ്രകാരം 2000-ൽ 2.43 ലക്ഷം ആളുകളും 2001-ൽ 2.79 ലക്ഷം പേരും 2002-ൽ 3.68 ലക്ഷം പേരും യാത്ര ചെയ്തു. വിഷയം പലയാവർത്തി കേരളത്തിലെ MP-മാർ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടൽ ഉണ്ടായില്ലെന്നും മാത്തുക്കുട്ടി കടോൺ പറഞ്ഞു. പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് നാളെ കേസ് പരിഗണിക്കും. NTV, ദുബായ്. NTV UAE, to the world.